ഇത്രയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രതികളുടെ പരോൾ അത് റദ്ദ് ചെയ്യേണ്ടതല്ലേ സത്യത്തിൽ? ഇപ്പോൾ പല ആളുകൾക്കും പരോൾ കൊടുക്കും, പല കേസുകൾക്കും. അത് നല്ല നടപ്പിനൊക്കെ കൊടുക്കുന്നതാണ്. ഏറ്റവും ഭീകരമായ അവസ്ഥയ്ക്ക് ആസൂത്രണം നടത്തി കൊലപാതകത്തിന് നേരിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി നേരിട്ട് വെട്ടി ഈ രണ്ട് മിടുക്കന്മാരെയും കൊലപ്പെടുത്തിയ ഈ കേസിലെ ഒന്നാമത്തെ പ്രതി പീതാംബരൻ, ആ പീതാംബരന് പരോൾ നൽകി എന്നുള്ളതാണ് നമ്മെ ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ ഒരു കാലത്ത് വലിയ ഭീതിയിൽ നിർത്തിയ ഒന്നാണ് ഈ കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തൽക്കാലത്തേക്ക് നിന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെയധികം ഭീതിയിലായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ അടുത്ത കാലത്തായി വന്നു. കഴിഞ്ഞ ദിവസം മാഹി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെയെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികളാരും ചില്ലറക്കാരല്ല, കൊടിസുനി ഉൾപ്പെടെയുള്ളവർ, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ. അത് കേരളത്തിന് നൽകുന്ന മെസ്സേജ് പേടിപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ഒരുപക്ഷെ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നായ പെരിയ ഇരട്ടക്കൊലപാതക കേസ്, അതിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരോളിൽ. ഇതൊക്കെ ഏത് തരത്തിലാണ് ക്രിമിനലുകളെ സഹായിക്കാൻ പിണറായി വിജയൻ വെമ്പുന്നത് എന്ന് തോന്നുന്നു? കേരളത്തെ വീണ്ടും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ രണ്ട്, ഒരു വിധിന്യായത്തിലൂടെയും മറ്റൊന്നിൽ പരോളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാഹി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ എന്ന് പറയുന്ന ചില്ലറക്കാരല്ല എന്ന് പവി പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കേസിലെ 3 പ്രതികളാണ് ഇവിടെ വിട്ടയക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, പ്രതികൾ വിട്ടയക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ കേസിന് ഹാജരായ അഭിഭാഷകൻ എന്ന് പറയുന്നത് ഇപ്പം അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് കൃപേഷ് ശരത്ലാൽ കേസ് നടത്തിച്ച അതേ അഭിഭാഷകനായിട്ടുള്ള കാസർഗോട്ടുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ കെ ശ്രീധരനാണ്. പക്ഷെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു പോയൊരു കേസ് എന്ന് പറയുന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസാണ്. അതിനകത്ത് ഒരു സാക്ഷിയെപ്പോലും കൂറു മാറ്റിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ആ കേസിൽ സാക്ഷിമൊഴികളെ അട്ടിമറിക്കാനും പ്രതികളുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷകന്മാർക്ക് സാധിച്ചില്ല. നമ്മളറിയേണ്ടത് 2019 ഫെബ്രുവരി 17 കൃപേഷ് ശരത്ലാൽ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ അതിമൃഗീയമായിട്ട് കല്യോട്ടിൻ്റെ മണ്ണിൽ കൊല ചെയ്യപ്പെടുന്നത്. ഈ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഘട്ടം ഘട്ടമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അതിനുശേഷമാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അറിയേണ്ട ആദ്യത്തെ കാര്യം, ഇത്രയും വലിയ ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ കൊലപാതകം നടന്നപ്പോൾ ഈ നാടിനെ നടുക്കിയപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇതിനകത്തെ പ്രതികൾക്കെതിരെ ഗവൺമെൻറ് ഏതറ്റം വരെയും നീങ്ങുമെന്നാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ ചെയ്തത് എന്താണ്? ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ. അവിടെ പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു, അവിടെയും പരാജയപ്പെട്ടു. 2 കോടിയിലധികം രൂപ ഈ അപ്പീലിനും അതുപോലെ തന്നെ അഭിഭാഷകരെ കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ കൊലപാതക രാഷ്ട്രീയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് വളരെ കൃത്യമായി മെസ്സേജ് നൽകുന്ന രീതിയിൽ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തി എന്നുള്ളത് ആരെയും ഞെട്ടിക്കുന്ന കാര്യമാണ്. ആ കേസിലെ 15 പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. അതിൽ 5 പ്രതികൾ, അതായത് മുൻ MLA ശ്രീ KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ, അതുപോലെ തന്നെ നമ്മുടെ ഭാസ്കരൻ, അതുപോലെ തന്നെ വെളുത്തോളി രാഘവൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളാണ് ഇപ്പോൾ ജാമ്യം നേടി പുറത്തു നിൽക്കുന്നത്. ഇവർക്ക് അന്ന് കിട്ടിയത് 5 വർഷത്തെ ശിക്ഷയായിരുന്നു. അവർക്കെല്ലാം പക്ഷെ കോടതി ജാമ്യം കൊടുത്തു. മറ്റു 10 പ്രതികൾ, ആ 10 പ്രതികൾ എന്ന് പറയുന്നത് ഇരട്ട ജീവപര്യന്തവും ഒക്കെ നേടി ജയിലിൽ കഴിയുന്നവരാണ്. ആ കൊലപാതകത്തിന് ശേഷം ഇന്ന് വരെ വെളിച്ചം കാണാത്ത ആളുകളാണ്. ആ 10 പ്രതികളിൽ 5 പേർക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ആർക്കാ പരോൾ അനുവദിച്ചിരിക്കുന്നത്? ആദ്യം 8ാമത്തെ പ്രതി ഷിബിൻ എന്ന് പറയുന്ന നമ്മുടെ വെളുത്തോളി സ്വദേശിക്ക് പരോൾ അനുവദിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് 2ാം പ്രതിക്കും 5ാം പ്രതിക്കും ഒക്കെ പരോൾ അനുവദിച്ചു. ഏറ്റവും ഒടുവിൽ ഈ കേസിലെ
ഏറ്റവും ഭീകരമായ അവസ്ഥയ്ക്ക് ആസൂത്രണം നടത്തി കൊലപാതകത്തിന് നേരിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി നേരിട്ട് വെട്ടി ഈ രണ്ട് മിടുക്കന്മാരെയും കൊലപ്പെടുത്തിയ ഈ കേസിലെ ഒന്നാമത്തെ പ്രതി പീതാംബരൻ, ആ പീതാംബരന് പരോൾ നൽകി എന്നുള്ളതാണ് നമ്മെ ഞെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ അധികൃതർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരാൻ പാടില്ല എന്നാണ്. വിചിത്രമാണ്. കാരണം ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ചെറിയൊരു പരിധിയാണ്. ഇപ്പോൾ പീതാംബരൻ താമസിക്കുന്നത് അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള രാവണീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വസതിയിലാണ്. മറ്റൊരു പ്രതി പരോൾ കാലത്ത് താമസിച്ചത് കല്യോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കല്യോട്ടിൽ നിന്ന് അധികമൊന്നും ദൂരെയല്ലാത്ത ബേടകത്താണ് മറ്റൊരു പ്രതി താമസിച്ചത്. ഒരു പ്രതി മാത്രമാണ് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇത്ര ആളുകൾ പരോളിൽ വരുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടിൻ്റെ സംഘർഷമുഖരിതമായിട്ടുള്ള അന്തരീക്ഷം വീണ്ടും ഉയർന്നു വരികയാണ്. അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള പപ്പൻ മൂരിയാനം എന്ന് പറയുന്ന പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം വീണ്ടും CPM-ൻ്റെ ഈ പ്രതിപട്ടികയിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ചേർന്ന് ആക്രമിക്കാൻ ഒരു നീക്കം കല്യോട്ടിൻ്റെ മണ്ണിലുണ്ടായി. അവിടെ വലിയ പ്രതിഷേധ ജാഥ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നു. ഈ 6 വർഷത്തിന് ശേഷം 2 ബറ്റാലിയൻ പോലീസ് ഇപ്പോഴും ഈ കല്യോട്ടിൻ്റെ മണ്ണിൽ തമ്പടിക്കുകയാണ്. 6 വർഷത്തിന് ശേഷവും ഇതുപോലെ പോലീസ് തമ്പടിക്കുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കൊലപാതക ചരിത്രത്തിൽ എവിടെയെങ്കിലുമുണ്ടോ? അതിൻ്റെ അർത്ഥം അത്രയധികം സംഘർഷഭരിതമാണ് ഈ മണ്ണ്. എന്നിട്ടും ഈ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നു. എപ്പോഴാണ്? 2 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പരോൾ അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശിഷ്യ മലബാറിലെ CPM നേതൃത്വം ആ പരാജയത്തെ അതിജീവിക്കാൻ ഒരിക്കൽ കൂടി അക്രമ രാഷ്ട്രീയത്തിലേക്കും കൊലപാതക രാഷ്ട്രീയത്തിലേക്കും കേരളത്തിൻ്റെ മണ്ണിനെ കൊണ്ടുപോകും എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത്രയധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രതികളുടെ പരോൾ അത് റദ്ദ് ചെയ്യേണ്ടതല്ലേ സത്യത്തിൽ റദ്ദ് ചെയ്യേണ്ട? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ഒരു കീഴ്വഴക്കം എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ പല ആളുകൾക്കും പരോൾ കൊടുക്കും, പല കേസുകൾക്കും. അത് നല്ല നടപ്പിനൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ചീമേനിയിൽ ഒരു തുറന്ന ജയിലുണ്ട്. ആ തുറന്ന ജയിലിലേക്ക് പോയാൽ ഒരുപാട് പ്രതികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർ ഒരു തടവുകാരെ പോലെയല്ല അവിടെ ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്, ചപ്പാത്തി മേക്കിംഗ് നടത്തുന്നവരുണ്ട്, മരം വെട്ടുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എത്രയോ വർഷം ജയിലിൽ കിടന്നതിൻ്റെ ഭാഗമായി നല്ല നടപ്പുകാരായി മാറിയതുകൊണ്ടാണ് അവരൊക്കെ തുറന്ന ജയിലിലേക്ക് വിടുന്നത്. ഈ തുറന്ന ജയിലിൽ നിന്നാണ് പിന്നീട് പരോൾ അനുവദിക്കുന്നത്. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിചിത്രമായി നമ്മൾ കണ്ടിട്ടുള്ളത്, CPM-ൻ്റെ ഉന്നതരുമായി വലിയ ആത്മബന്ധം പുലർത്തുന്ന കൊടിസുനിയെപ്പോലെ, കിർമാണി മനോജിനെ പോലെ, ഇപ്പോൾ പീതാംബരനെ പോലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അവരെ പുറത്തുവിടുന്നത്. നമ്മളിപ്പോൾ കാസർഗോട്ട് അന്വേഷിച്ചാൽ കാണാൻ കഴിയുന്ന ചിത്രം എന്താണ്? ഇത്തരം പ്രതികളുടെ വീട്ടിലേക്ക് ഏറ്റവും സമുന്നതരായ CPM-ൻ്റെ നേതാക്കന്മാർ സന്ദർശനം നടത്തുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും വലിയ കൊടും കൊലപാതകം ഈ മലബാറിൻ്റെ മണ്ണിൽ ചെറുപ്പക്കാരായ 2 പേരെ കൊന്നൊടുക്കിയതിന് ശേഷവും ആ കൊലപാതകത്തെ ന്യായീകരിക്കാനും ഇനിയും കൊല ചെയ്താൽ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാനും CPM നേതൃത്വം തയ്യാറാവുകയാണ്. പക്ഷേ അതിനകത്ത് CPM നേതൃത്വത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയുണ്ട്. അത് മണികണ്ഠനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മണികണ്ഠൻ അടുത്ത നിയമസഭയിലൊക്കെ സ്ഥാനാർത്ഥിയായി വരുമെന്ന് CPM-ൻ്റെ അണികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യുവ നേതാവാണ്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, CPM-ൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ നേരത്തെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികളൊക്കെ അലങ്കരിച്ചൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 വർഷത്തേക്ക് ശിക്ഷ അനുഭവിച്ചത്. അഡ്വക്കേറ്റ് MK ബാബുരാജിനെ പോലുള്ള ചില യുവ അഭിഭാഷകന്മാർ ചേർന്ന് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഡയറക്ഷനാണ് നൽകിയത്. അടുത്ത 6 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പാർട്ടിക്ക് കൊടുക്കുന്ന താക്കീത് തന്നെയാണ്. പക്ഷെ തുടർച്ചയായി ഇത്തരം താക്കീതുകളെല്ലാം ലഭിച്ചിട്ടും തൻ്റെ പാർട്ടി അക്രമത്തിലൂടെ മാത്രമേ നിലനിൽക്കൂ. അക്രമകാരികളായ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ ആളുകളെ എല്ലാ കാലത്തും സല്യൂട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് പിന്തുണ നൽകാനും പാർട്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് CPM മാറാൻ തയ്യാറായിട്ടില്ല. മാറാൻ തയ്യാറാകാതിടത്തോളം കാലം
ഇത്തരം കൊലപാതകങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.